1999 ജൂലൈ 7 കാർഗിലിലെ മഞ്ഞുമലകൾക്കിടയിൽ ഏകദേശം 17,000 അടി ഉയരത്തിൽ ഓരോ ശ്വാസവും മരണത്തോടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഓക്സിജൻ പോലും കുറവുള്ള ആ മലമുകളിൽ ഓരോ പാറയ്ക്കും പിന്നിൽ ശത്രു ഒളിച്ചിരിക്കാം. ഒരു തെറ്റായ ചുവട് പിന്നെ തിരികെ വരാനാകില്ല. പക്ഷേ ആ രാത്രിയിൽ ഒരു യുവ ഇന്ത്യൻ ഓഫീസർ ഭയത്തെയല്ല, തൻ്റെ രാജ്യത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 24. അദ്ദേഹത്തിൻ്റെ കോഡ് നെയിം ഷേർഷാ. അദ്ദേഹം റേഡിയോയിൽ പറഞ്ഞ ഏതാനും വാക്കുകൾ ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ മുഴങ്ങുന്നു: യെ ദിൽ മാംഗേ മോർ. ആ വാക്കുകൾക്ക് പിന്നാലെ നടന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു അധ്യായമായിരുന്നു. പക്ഷേ ആരായിരുന്നു ഈ ഷേർഷാ? ഹിമാചൽ പ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ കാർഗിലിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന യോദ്ധാക്കളിൽ ഒരാളായി മാറി? സ്വന്തം ജീവനേക്കാൾ രാജ്യത്തെ സ്നേഹിച്ച ആ യുവ ഓഫീസറുടെ ജീവിതം, ധൈര്യം, ത്യാഗം ഇന്നും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് പ്രചോദനമാണ്. ഇതാണ് പരംവീർ ചക്ര ജേതാവ് ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ യഥാർത്ഥ കഥ. എല്ലാ മഹാന്മാരുടെയും കഥ ഒരു യുദ്ധഭൂമിയിൽ നിന്നല്ല തുടങ്ങുന്നത്. ചില കഥകൾ തുടങ്ങുന്നത് ശാന്തമായ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നാണ്. 1974 സെപ്റ്റംബർ 9 ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ മനോഹരമായ ഒരു മലനഗരം പാലംപൂർ. ധൗളാധാർ മലനിരകളുടെ മടിത്തട്ടിൽ പച്ചപ്പാർന്ന തേയിലത്തോട്ടങ്ങളും തെളിഞ്ഞ അരുവികളും തണുത്ത കാറ്റും നിറഞ്ഞ ആ പട്ടണം ഒരു ദിവസം ഇന്ത്യയുടെ ധീരതയുടെ പ്രതീകമായി മാറുന്ന ഒരു യോദ്ധാവിൻ്റെ ജന്മസ്ഥലമാകുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. ആ ദിവസം സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലായ ഗിർധാരി ലാൽ ബത്രയുടെയും സ്കൂൾ അധ്യാപികയായ കമൽ കാന്ത ബത്രയുടെയും വീട്ടിൽ ഇരട്ട ആൺകുട്ടികൾ ജനിച്ചു. അതിൽ 14 മിനിറ്റ് മുൻപ് ജനിച്ച മൂത്ത ഇരട്ടക്കുട്ടിയായിരുന്നു വിക്രം. രാമായണത്തോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി അമ്മ കമൽകാന്ത തൻ്റെ ഇരട്ട മക്കൾക്ക് സ്നേഹത്തോടെ ലവ് എന്നും കുഷ് എന്നും പേരിട്ടു. വിക്രം ലവ്, വിശാൽ കുഷ്. അവർക്കൊപ്പം 2 മൂത്ത സഹോദരിമാരുമുണ്ടായിരുന്നു, സീമയും നൂതനും. വിദ്യാഭ്യാസത്തിനും അച്ചടക്കത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സാധാരണ മധ്യവർഗ കുടുംബമായിരുന്നു അത്. വിക്രമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് സ്വന്തം അമ്മയായിരുന്നു. ചെറുപ്പം മുതലേ പഠനത്തോടൊപ്പം നല്ല സ്വഭാവവും രാജ്യസ്നേഹവും ഉത്തരവാദിത്വബോധവും മാതാപിതാക്കൾ മക്കളിൽ വളർത്തിയെടുത്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിക്രം പാലംപൂരിലെ DAV പബ്ലിക് സ്കൂളിൽ ചേർന്നു. പിന്നീട് അദ്ദേഹം സെൻട്രൽ സ്കൂൾ പാലംപൂരിൽ പഠനം തുടർന്നു. ക്ലാസ് മുറിയിൽ ശാന്തനായ വിദ്യാർത്ഥിയായിരുന്ന വിക്രം കളിസ്ഥലത്തെത്തുമ്പോൾ പൂർണ്ണമായും മറ്റൊരാളായി മാറും. ഏത് മത്സരമായാലും ജയിക്കാനുള്ള ആത്മവിശ്വാസത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം. സുഹൃത്തുക്കളുമായി പെട്ടെന്ന് ഇണങ്ങുന്ന സ്വഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ഇവയൊക്കെയായിരുന്നു വിക്രമിനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കിയത്. ടേബിൾ ടെന്നീസ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കായിക ഇനങ്ങളിലൊന്നായിരുന്നു. കരാട്ടയിലും അദ്ദേഹം മികവ് തെളിയിക്കുകയും ഗ്രീൻ ബെൽറ്റ് നേടുകയും ചെയ്തു. 1990 വിക്രമും സഹോദരൻ വിശാലും ചേർന്ന് ഓൾ ഇന്ത്യ KVS നാഷണൽ ടേബിൾ ടെന്നീസ് മത്സരത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ചു. അതേ കാലഘട്ടത്തിൽ ദേശീയതല കരാട്ടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. അന്ന് അത് ഒരു വിദ്യാർത്ഥിയുടെ നേട്ടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ആ കായിക മത്സരങ്ങൾ വിക്രമിനെ പഠിപ്പിച്ചത് വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമല്ല, സമ്മർദ്ദത്തിനിടയിലും ശാന്തമായി നിൽക്കാൻ, ഒരിക്കലും പിന്നോട്ടില്ലെന്ന് വിശ്വസിക്കാൻ, അവസാനം വരെ പോരാടാൻ, ജീവിതം മുഴുവൻ കൂടെയുണ്ടാകുന്ന പാഠങ്ങളായിരുന്നു. അന്ന് പാലംപൂരിലെ ആ ബാലന് അറിയില്ലായിരുന്നു ഭാവിയിൽ ലോകം അദ്ദേഹത്തെ ഒരു കായിക താരമായല്ല, ഒരു യുദ്ധവീരനായിട്ടായിരിക്കും ഓർക്കുകയെന്ന്. പക്ഷേ വിക്രം ബത്രയുടെ ജീവിതത്തിന് പുതിയൊരു ദിശ നൽകിയ ഒരു തീരുമാനം ഇനിയും മുന്നിലുണ്ടായിരുന്നു. ചില തീരുമാനങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ചരിത്രം പോലും മാറ്റിമറിക്കും.
1992 +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിക്രം ബത്ര ഹിമാചൽ പ്രദേശിലെ പാലംപൂരിൽ നിന്ന് ജീവിതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് യാത്ര തിരിച്ചു. ലക്ഷ്യം ചണ്ഡീഗഡ്. അവിടെ അദ്ദേഹം DAV കോളേജിൽ BSc മെഡിക്കൽ സയൻസ് പഠനത്തിന് ചേർന്നു. പുതിയ നഗരം, പുതിയ സുഹൃത്തുക്കൾ, പുതിയ സ്വപ്നങ്ങൾ. എന്നാൽ ആ കോളേജ് ക്യാമ്പസിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു ബിരുദം മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയായിരുന്നു. കോളേജിലെ ആദ്യ വർഷത്തിൽ തന്നെ വിക്രം നാഷണൽ കേഡറ്റ് കോർപ്സിൻ്റെ എയർവിങ്ങിൽ അംഗമായി. അത് ഒരു സാധാരണ സഹപാഠ്യ പ്രവർത്തനമായി തുടങ്ങിയെങ്കിലും ദിവസങ്ങൾ കടന്നുപോകുന്തോറും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. രാവിലെ പരിശീലനം, കൃത്യമായ അച്ചടക്കം, സമയനിഷ്ഠ, നേതൃത്വം, കൂട്ടായ്മ, രാജ്യസേവനത്തിൻ്റെ അഭിമാനം. ഓരോ പരിശീലനവും ഒരു വിദ്യാർത്ഥിയെ പതുക്കെ ഒരു സൈനികനാക്കി മാറ്റിക്കൊണ്ടിരുന്നു. സഹപാഠികൾ അദ്ദേഹത്തെ ഒരു മികച്ച കായിക താരമായി കണ്ടപ്പോൾ പരിശീലകർ അദ്ദേഹത്തിനുള്ളിലെ നേതാവിനെ തിരിച്ചറിഞ്ഞു. താമസിയാതെ പഞ്ചാബ് ഡയറക്ടറേറ്റിൻ്റെ നോർത്ത് സോണിലെ മികച്ച NCC എയർവിംഗ് കേഡറ്റായി വിക്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നേട്ടം അദ്ദേഹത്തിന് മറ്റൊരു വലിയ അവസരവും സമ്മാനിച്ചു. പിഞ്ചോർ എയർഫീൽഡിലും ഫ്ലൈയിംഗ് ക്ലബിലും നടന്ന 40 ദിവസത്തെ പാരാട്രൂപ്പിംഗ് പരിശീലനത്തിനും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. വിമാനത്തിൻ്റെ വാതിൽ തുറക്കുന്നു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ നിന്ന് അറിയാത്ത ശൂന്യതയിലേക്ക് ഒരു ചുവട്. ഭയത്തേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ഓരോ ചാട്ടവും ഒരു പരിശീലനം മാത്രമായിരുന്നില്ല, സ്വയം വിശ്വസിക്കാൻ അദ്ദേഹം പഠിച്ച നിമിഷങ്ങളായിരുന്നു. തുടർന്നുള്ള 2 വർഷങ്ങളിൽ വിക്രം NCCയുടെ ആർമി വിങ്ങിലും സജീവമായി തുടർന്നു. C സർട്ടിഫിക്കറ്റ് നേടി. പിന്നീട് സീനിയർ അണ്ടർ ഓഫീസർ പദവിയിലേക്കും ഉയർന്നു. 1994 രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ വിക്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ പതാകയ്ക്ക് മുന്നിലൂടെ അഭിമാനത്തോടെ മാർച്ച് ചെയ്ത ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കൂടുതൽ ശക്തമായി. ഞാനൊരു യൂണിഫോം ധരിക്കണം, ഈ രാജ്യത്തെ സേവിക്കണം. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷം വിക്രം തൻ്റെ മാതാപിതാക്കളോട് ഒരു തീരുമാനമറിയിച്ചു. എനിക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസറാകണം. ഒരു യുവാവിൻ്റെ സ്വപ്നമായി അത് കേട്ടിരിക്കാം. പക്ഷേ വിക്രമിൻ്റെ മനസ്സിൽ അത് ഇതിനോടകം തന്നെ ഒരു പ്രതിജ്ഞയായി മാറിയിരുന്നു. ചണ്ഡീഗഡിലെ വിദ്യാർത്ഥി ജീവിതം മറ്റൊരു മനോഹരമായ അധ്യായത്തിനും തുടക്കമായി. അവിടെയാണ് വിക്രം ദിംപിൾ ചീമയെ പരിചയപ്പെടുന്നത്. സൗഹൃദമായി തുടങ്ങിയ ആ ബന്ധം കാലം കടന്നുപോകുന്തോറും ആഴമുള്ള സ്നേഹമായി വിരിഞ്ഞു. എന്നാൽ രാജ്യസേവനമെന്ന തൻ്റെ സ്വപ്നം ആ ബന്ധത്തെ ഒരു പുതിയ പരീക്ഷണത്തിലേക്കാണ് നയിച്ചത്. 1995 BSc പഠനം പൂർത്തിയാകുന്ന സമയത്ത് ഹോങ്കോങ് ആസ്ഥാനമായ ഒരു പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തെ തേടിയെത്തി. ഉയർന്ന ശമ്പളം, വിദേശ ജീവിതം, സുരക്ഷിതമായ ഭാവി, പലരും സ്വപ്നം കാണുന്ന ഒരു കരിയർ. ആ ഓഫർ സ്വീകരിച്ചിരുന്നെങ്കിൽ വിക്രമിൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോയേനെ. എന്നാൽ അദ്ദേഹം ആ ജോലി നിരസിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ നിർവചിക്കുന്നതായിരുന്നു. ജീവിതത്തിൽ പണം മാത്രമല്ല എല്ലാം, എൻ്റെ രാജ്യത്തിന് അഭിമാനം നൽകുന്ന വലിയതും അസാധാരണവുമായ എന്തെങ്കിലും ചെയ്യണം. ആ തീരുമാനം എളുപ്പമായിരുന്നില്ല. പക്ഷേ അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. സ്വപ്നം ഇനി വ്യക്തമായിരുന്നു. അതിനായി അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിൽ MA ഇംഗ്ലീഷ് കോഴ്സിൽ ചേർന്നു. വൈകുന്നേരങ്ങളിൽ MA ഇംഗ്ലീഷിൻ്റെ ക്ലാസുകളിൽ പങ്കെടുത്തു. രാവിലെ ചണ്ഡീഗഡിലെ ഒരു ട്രാവൽ ഏജൻസിയിൽ ബ്രാഞ്ച് മാനേജറായി പാർട്ട് ടൈം ജോലി ചെയ്തു. അതോടൊപ്പം കോംബൈൻഡ് ഡിഫൻസ് സർവീസസ് CDS പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പും തുടർന്നു. ഓരോ ദിവസവും അദ്ദേഹത്തെ തൻ്റെ സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിച്ചു. 1996 വിക്രം CDS പരീക്ഷ വിജയിച്ചു. തുടർന്ന് അലഹാബാദിലെ സർവീസസ് സെലക്ഷൻ ബോർഡിൻ്റെ SSB അഭിമുഖത്തിലും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഓർഡർ ഓഫ് മെരിറ്റിൽ മുൻനിര സ്ഥാനങ്ങളിലൊന്നും നേടി. അങ്ങനെ 1996 ജൂണിൽ വിക്രം ബത്ര ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ കവാടം കടന്നു. ഒരു സാധാരണ കോളേജ് വിദ്യാർത്ഥിയായി അദ്ദേഹം ആ കവാടം കടന്നില്ല. ഇന്ത്യയുടെ ഭാവി സൈനിക ഓഫീസറാകാനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. പക്ഷേ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പരിശീലനം,
വിക്രം ബത്രയെ ഒരു ഓഫീസറാക്കി മാറ്റുക മാത്രമല്ല, ലോകം പിന്നീട് ഷേർഷാ എന്ന് വിളിക്കുന്ന യോദ്ധാവായി അദ്ദേഹത്തെ വാർത്തെടുക്കുകയും ചെയ്തു. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷം. അതോടൊപ്പം തന്നെ ഒരു പുതിയ അഗ്നിപരീക്ഷയും അന്നാണ് ആരംഭിച്ചത്. 1996 ജൂൺ, ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ ചരിത്രപ്രസിദ്ധമായ കവാടം കടന്നുകയറുമ്പോൾ വിക്രം ബത്ര ഇനിയൊരു കോളേജ് വിദ്യാർത്ഥിയല്ലായിരുന്നു. അദ്ദേഹം ഇനിയൊരു ജെന്റിൽമാൻ കാഡറ്റായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ഓഫീസറാകാൻ പരിശീലനം ആരംഭിച്ച ആയിരക്കണക്കിന് യുവാക്കളിൽ ഒരാൾ. പക്ഷേ ആ കവാടം കടക്കുന്നത് എളുപ്പമായിരുന്നെങ്കിലും അവിടെ നിന്ന് ഒരു ഓഫീസറായി പുറത്തു വരുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഇന്ത്യയുടെ ഏറ്റവും മികച്ച സൈനിക ഓഫീസർമാരെ വാർത്തെടുത്ത ചരിത്രമുള്ള സ്ഥാപനങ്ങളിലൊന്നാണ്. അവിടെ ഓരോ ദിവസവും, ഓരോ നിമിഷവും ഒരു യുവാവിനെ യഥാർത്ഥ സൈനിക നേതാവാക്കി വാർത്തെടുക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. വിക്രം ചേർന്നത് മാനെക്ഷാ ബറ്റാലിയനിലായിരുന്നു. അവിടെ ആരെയും അവരുടെ ഭൂതകാലം നോക്കിയല്ല വിലയിരുത്തിയിരുന്നത്. ആർ എവിടെ നിന്ന് വന്നു, എത്ര സമ്പന്നനായിരുന്നു, എന്ത് പഠിച്ചിരുന്നു, അതൊന്നും അവിടെ പ്രാധാന്യമില്ല. എല്ലാവരും ഒരേ യൂണിഫോമിൽ, ഒരേ അച്ചടക്കത്തിന് കീഴിൽ, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുന്ന ജെന്റിൽമാൻ കാഡറ്റുകളായിരുന്നു. പുലരി വിരിയുന്നതിന് മുമ്പേ അവരുടെ ദിവസം ആരംഭിക്കും. ബ്യൂഗിളിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും പരേഡ് ഗ്രൗണ്ടിലെത്തണം. തുടങ്ങുന്നത് കഠിനമായ ശാരീരിക പരിശീലനത്തോടെ. ഓട്ടം, സ്ട്രെച്ചിങ്, ശരീരശക്തി വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങൾ, സ്വന്തം ശരീരത്തിൻ്റെ പരിധി വെല്ലുവിളിക്കുന്ന പരിശീലനങ്ങൾ. പക്ഷേ അക്കാദമി ശരീരത്തെ മാത്രം പരിശീലിപ്പിച്ചിരുന്നില്ല, മനസ്സിനെയും ഒരുപോലെ കരുത്തുറ്റതാക്കി മാറ്റുകയായിരുന്നു. ക്ലാസ് മുറികളിൽ സൈനിക ചരിത്രം, യുദ്ധതന്ത്രങ്ങൾ, നേതൃത്വം, യുദ്ധഭൂമിയിലെ നിർണായക തീരുമാനങ്ങൾ, ഒരു ഓഫീസർ അറിയേണ്ട ഓരോ വിഷയവും പഠിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഡ്രിൽ. അവിടെ ഓരോ ചുവടും കൃത്യമായിരിക്കണം, ഓരോ തിരിവും ഒരേ സമയത്ത്, ഓരോ സല്യൂട്ടും ഒരേ അച്ചടക്കത്തോടെ. കാരണം യുദ്ധഭൂമിയിൽ ചെറിയൊരു പിഴവ് പോലും ജീവനും മരണം തമ്മിലുള്ള വ്യത്യാസമായി മാറാം. വിക്രം ബത്രയ്ക്ക് ഇതൊന്നും വെറും പരിശീലനമായിരുന്നില്ല, ഇത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ രൂപമായിരുന്നു. ഓരോ ദിവസവും, ഓരോ വെല്ലുവിളിയും, ഓരോ വിയർപ്പുതുള്ളിയും, ഓരോ വീഴ്ചയും വീണ്ടും എഴുന്നേൽപ്പും അദ്ദേഹത്തെ ഭാവിയിലെ ഒരു യുദ്ധവീരനാക്കി വാർത്തെടുക്കുകയായിരുന്നു. ചില നിമിഷങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കും. 1997 ഡിസംബർ 6, ഡെറാഡൂൺ, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി. 19 മാസത്തെ കഠിന പരിശീലനത്തിനൊടുവിൽ ആ പ്രഭാതം ഒടുവിൽ എത്തിച്ചേർന്നു. നൂറുകണക്കിന് ജെന്റിൽമാൻ കാഡറ്റുകൾ ഒരേ ചുവടിൽ, ഒരേ താളത്തിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ ചരിത്രപ്രസിദ്ധമായ പരേഡ് ഗ്രൗണ്ടിലേക്ക് മുന്നേറി. മാസങ്ങളോളം വിയർപ്പും ത്യാഗവും അച്ചടക്കവും പരിശീലനവും മാത്രം നിറഞ്ഞിരുന്ന ജീവിതത്തിന് ആ ദിവസം ഒരു പുതിയ അർത്ഥം ലഭിക്കുകയായിരുന്നു. അവർ ഇനി വെറും ജെന്റിൽമാൻ കാഡറ്റുകളല്ല, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാവി ഓഫീസർമാരായിരുന്നു. ആ പരേഡ് ഗ്രൗണ്ടിൽ മുഴങ്ങിയ ഓരോ കാൽവെപ്പിനും പിന്നിൽ എണ്ണമറ്റ പ്രഭാതങ്ങളിലെ പരിശീലനമുണ്ടായിരുന്നു. ഓരോ സല്യൂട്ടിനും പിന്നിൽ അനവധി ത്യാഗങ്ങളുണ്ടായിരുന്നു. ആ ചരിത്ര നിമിഷത്തിൽ വിക്രം ബത്രയും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ വക്കിൽ നിൽക്കുകയായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ഓഫീസറായി രാജ്യത്തെ സേവിക്കുമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുകയായിരുന്നു. ചെത്തുഡ് മോട്ടോ പഠിപ്പിച്ച മൂല്യങ്ങൾ, രാജ്യത്തിൻ്റെ സുരക്ഷയും ബഹുമാനവും എപ്പോഴും എല്ലാറ്റിനും മുകളിൽ. ആ ദിവസം അതൊരു വാചകം മാത്രമായിരുന്നില്ല, ജീവിതകാലം മുഴുവൻ പാലിക്കേണ്ട ഒരു പ്രതിജ്ഞയായിരുന്നു. ആ ചരിത്രപരമായ ചടങ്ങിലൂടെ വിക്രം ബത്ര ഇനി ഒരു ജെന്റിൽമാൻ കാഡറ്റല്ല, ഇന്ത്യൻ സൈന്യത്തിലെ ഒരു യുവ ഓഫീസറായിരുന്നു. ലെഫ്റ്റനന്റ് വിക്രം ബത്ര. അദ്ദേഹത്തെ 13ാം ബറ്റാലിയൻ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിലേക്കാണ് കമ്മീഷൻ ചെയ്തത്. സൈനികർ അഭിമാനത്തോടെ വിളിക്കുന്ന 13 JAK റൈഫ്. പക്ഷേ ഒരു ഓഫീസറാകുന്നത് യാത്രയുടെ അവസാനമായിരുന്നില്ല, അതാണ് യഥാർത്ഥ യാത്രയുടെ തുടക്കം. കമ്മീഷനിങ് കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തെ മധ്യപ്രദേശിലെ ജബൽപൂരിലേക്ക് അയച്ചു. സ്വന്തം റെജിമെൻറ്റിൻ്റെ പാരമ്പര്യവും യുദ്ധചരിത്രവും സൈനിക മൂല്യങ്ങളും ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള റെജിമെൻ്റൽ പരിശീലനമായിരുന്നു അത്. ഏകദേശം 1 മാസത്തോളം നീണ്ട പരിശീലനത്തിന് ശേഷം ഒരു പുതിയ ഉത്തരവെത്തി. ആദ്യ ഫീൽഡ് നിയമനം.
സ്ഥലം ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ സോപ്പോർ. അന്ന് രാജ്യത്തെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സൈനിക നിയമന മേഖലകളിലൊന്നായിരുന്നു അത്. അവിടെ ഓരോ ദിവസവും അനിശ്ചിതത്വം നിറഞ്ഞതായിരുന്നു. ഓരോ പട്രോളിങ്ങും ഒരു പുതിയ പരീക്ഷണമായിരുന്നു. എന്നാൽ വിക്രം ബത്രയ്ക്ക് ഇത് ഭയപ്പെടാനുള്ള സ്ഥലമായിരുന്നില്ല. പരിശീലനത്തിൽ പഠിച്ച ഓരോ പാഠവും ഇനി യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സമയമായിരുന്നു. രാജ്യത്തിനായി ജീവിക്കുമെന്നും ആവശ്യമെങ്കിൽ രാജ്യത്തിനായി ജീവൻ പോലും സമർപ്പിക്കുമെന്നും എടുത്ത പ്രതിജ്ഞ ആദ്യമായി യഥാർത്ഥ പരീക്ഷയെ നേരിടാൻ പോകുകയായിരുന്നു. ഇനി പരിശീലനം അവസാനിച്ചു. ഒരു ഇന്ത്യൻ സൈനിക ഓഫീസർ എന്ന നിലയിലെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയായിരുന്നു. കാശ്മീരിലെ മലനിരകൾക്കിടയിൽ ഒരു യുവ ഓഫീസറുടെ ജീവിതം പുതിയ ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് നീങ്ങി. അതേസമയം ചണ്ഡീഗഡിൽ മറ്റൊരാൾ ഓരോ വാർത്തക്കും ഓരോ കത്തിനും കാത്തിരിക്കുകയായിരുന്നു. ഇടയ്ക്കെത്തുന്ന കത്തുകളും അപൂർവമായ ഫോൺ വിളികളും അവരുടെ സ്നേഹത്തിൻ്റെ നിശബ്ദ സാക്ഷികളായി. ദൂരങ്ങൾ എത്ര കൂടിയാലും അവരുടെ വിശ്വാസം ഒരിക്കലും അകലെയായില്ല. 1998 കാശ്മീരിൽ തൻ്റെ ആദ്യ ഓപ്പറേഷനുകൾ വിജയകരമായി പൂർത്തിയാക്കിയ യുവ ഓഫീസറെ ഇന്ത്യൻ സൈന്യം കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി തയ്യാറാക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ മൗവിലുള്ള ഇൻഫൻട്രി സ്കൂളിലേക്ക് യങ് ഓഫീസേഴ്സ് കോഴ്സ് പരിശീലനത്തിനായി ലഫ്റ്റനൻറ്റ് വിക്രം ബത്രയെ അയച്ചു. രാജ്യത്തിൻ്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ മികച്ച യുവ ഓഫീസർമാർക്കിടയിലും വിക്രത്തിൻ്റെ ആത്മവിശ്വാസവും നേതൃപാടവവും വേറിട്ടു നിന്നു. 5 മാസത്തെ കഠിന പരിശീലനത്തിനൊടുവിൽ അദ്ദേഹം നേടി ഏറ്റവും മികച്ച അംഗീകാരങ്ങളിലൊന്നായ ആൽഫ ഗ്രേഡിംഗ്. ഒരു ഓഫീസർ എന്ന നിലയിൽ തൻ്റെ കഴിവ് വീണ്ടും തെളിയിച്ച നിമിഷമായിരുന്നു അത്. 1998 ഒക്ടോബർ. വീണ്ടും കാശ്മീരിലേക്ക്, വീണ്ടും സോപ്പോറിലേക്ക്, വീണ്ടും ഭീകരവിരുദ്ധ ദൗത്യങ്ങളിലേക്ക്. ഓരോ ദിവസവും പുതിയ വെല്ലുവിളികൾ, ഓരോ രാത്രിയും ജീവനും മരണത്തിനുമിടയിലെ പോരാട്ടം. ഒരു ഓപ്പറേഷനിടെ ഭീകരൻ്റെ വെടിയുണ്ട വിക്രമിൻ്റെ തോളിൽ തട്ടി കടന്നുപോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു സൈനികന് ആ വെടിയുണ്ട ജീവൻ നഷ്ടമാക്കി. പരിക്കേറ്റിട്ടും ഓപ്പറേഷൻ അവസാനിക്കുന്നതുവരെ വിക്രം തൻ്റെ സംഘത്തെ നയിച്ചു. പിന്നീട് സഹോദരിയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ: ആ വെടിയുണ്ട എനിക്കുള്ളതായിരുന്നു, എനിക്ക് എൻ്റെ ആളെ നഷ്ടമായി. ആ സംഭവം അദ്ദേഹത്തെ ഒരു മികച്ച ഓഫീസറിൽ നിന്ന് സ്വന്തം സൈനികരുടെ ജീവൻ സ്വന്തം ജീവനേക്കാൾ വിലമതിക്കുന്ന ഒരു നേതാവാക്കി മാറ്റി. 1999 തുടക്കത്തിൽ കർണാടകയിലെ ബെൽഗാമിൽ നടന്ന കമാൻഡോ കോഴ്സിനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കഠിനമായ ശാരീരികവും മാനസികവുമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ വീണ്ടും അദ്ദേഹം ഒന്നാമനായി, ഇൻസ്ട്രക്ടേഴ്സ് ഗ്രേഡ്. ഇപ്പോൾ അദ്ദേഹം ഒരു മികച്ച ഓഫീസർ മാത്രമായിരുന്നില്ല, മറ്റു ഓഫീസർമാരെ പരിശീലിപ്പിക്കാൻ പോലും യോഗ്യത നേടിയ കമാൻഡോയായിരുന്നു. 1999 മാർച്ച് ഹോളി ആഘോഷിക്കാനായി വിക്രം വീണ്ടും പാലംപൂരിലെ വീട്ടിലെത്തി. കുടുംബത്തിനൊപ്പം ചില ദിവസങ്ങൾ, ഒപ്പം ഡിംപിൾ ചീമയുമായുള്ള നിശബ്ദ നിമിഷങ്ങൾ. സമയം വളരെ കുറവായിരുന്നു, പക്ഷേ പരസ്പരം പറയാനുള്ളത് ഒരുപാടുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, വീണ്ടും കാണാമെന്ന പ്രതീക്ഷ, ഒന്നിച്ചൊരു ജീവിതത്തിൻ്റെ ആഗ്രഹം, എല്ലാം ആ ദിവസങ്ങളിൽ അവർ പങ്കുവച്ചു. തിരിച്ചു പോകാനുള്ള ദിവസമെത്തിയപ്പോൾ വിക്രം കുടുംബത്തോട് പറഞ്ഞ വാക്കുകൾ: ഒന്നുകിൽ ഞാൻ വിജയിച്ച് ദേശീയ പതാക ഉയർത്തി തിരിച്ചു വരും, അല്ലെങ്കിൽ അതിൽ പൊതിഞ്ഞ് തിരികെ എത്തും. അന്ന് ആ വാക്കുകളുടെ ആഴം ആരും മനസ്സിലാക്കിയിരുന്നില്ല. സോപ്പോറിലേക്ക് മടങ്ങിയ വിക്രമിനെ കാത്തിരുന്നത് മറ്റൊരു ഉത്തരവല്ല, ചരിത്രമായിരുന്നു. 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ്. ആദ്യം ഷാജഹാൻപൂരിലേക്ക് നീങ്ങാനായിരുന്നു ഉത്തരവ്. എന്നാൽ ഹിമാലയത്തിലെ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ രഹസ്യമായി നടത്തിയ അധിനിവേശം ആ ഉത്തരവെല്ലാം മാറ്റിമറിച്ചു. ഇനി അവരുടെ ലക്ഷ്യം ദ്രാസ്. അവിടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ യുദ്ധങ്ങളിലൊന്നിലേക്ക് ലഫ്റ്റനൻറ്റ് വിക്രം ബത്ര നടന്നു കയറുകയായിരുന്നു. 1999
ഹിമാലയത്തിൻ്റെ മഞ്ഞുമലകൾക്കിടയിൽ ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൊന്ന് ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ആദ്യത്തിൽ അതിർത്തിയിലുണ്ടായ സാധാരണ നുഴഞ്ഞുകയറ്റമാണെന്നാണ് ഇന്ത്യൻ സൈന്യം കരുതിയത്. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ യാഥാർത്ഥ്യം ഞെട്ടിക്കുന്നതായിരുന്നു. പാകിസ്ഥാൻ സൈനികരും പ്രത്യേക സേനയും കാർഗിൽ മേഖലയിലെ നിരവധി തന്ത്രപ്രധാനമായ കൊടുമുടികൾ രഹസ്യമായി കൈയടക്കിയിരുന്നു. ആ ഉയരങ്ങളിൽ നിന്ന് അവർ ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയായ NH-1A ലക്ഷ്യമിട്ടിരുന്നു. ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾക്കും ലഡാക്കിലേക്കുള്ള ജീവൻ രേഖയുമായിരുന്നു ആ റോഡ്. ആ പാത നഷ്ടപ്പെട്ടാൽ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുമായിരുന്നു. ഇന്ത്യ അതിവേഗം പ്രതികരിച്ചു. 1999 മെയ് 26 ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. അതേ ദിവസം ഇന്ത്യൻ വ്യോമസേനയും ഓപ്പറേഷൻ സഫേദ് സാഗറിലൂടെ യുദ്ധത്തിലിറങ്ങി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ കാർഗിലിലേക്ക് നീങ്ങി. ഡ്രാസ് മേഖലയിലേക്ക് വിന്യസിക്കപ്പെട്ടിരുന്ന 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിനും പുതിയ ദൗത്യം ലഭിച്ചു. ആ യൂണിറ്റിനൊപ്പമായിരുന്നു ലഫ്റ്റനന്റ് വിക്രം ബത്രയും. മുന്നിൽ ആകാശത്തെ തൊടുന്ന പാറക്കെട്ടുകൾ, മഞ്ഞ്, ശ്വാസം പോലും മുട്ടിക്കുന്ന ഉയരങ്ങൾ, നിരവധി കൊടുമുടികളിൽ ശത്രു ശക്തമായ ബങ്കറുകൾ സ്ഥാപിച്ചിരുന്നു. ആ നിമിഷം മുതൽ ഇതൊരു കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ മാത്രമായിരുന്നില്ല. ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനായുള്ള യുദ്ധമായിരുന്നു. ഓപ്പറേഷൻ ബ്രീഫിങ്ങിൽ ഓരോ ലക്ഷ്യവും, ഓരോ കൊടുമുടിയും, ജീവൻ പണയപ്പെടുത്തേണ്ടി വരുന്ന ഓരോ സാഹചര്യവും വിശദമായി വിശദീകരിക്കപ്പെട്ടു. ആ ബ്രീഫിങ്ങിൽ ഏറ്റവും നിർണായകമായ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു പോയിന്റ് 5140, ശത്രുവിൻ്റെ ഏറ്റവും ശക്തമായ പ്രതിരോധ കേന്ദ്രങ്ങളിലൊന്ന്. ആ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ടു വന്ന ഓഫീസർമാരിലൊരാൾ ലഫ്റ്റനന്റ് വിക്രം ബത്ര. അദ്ദേഹത്തിന് മുന്നിൽ കാത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ഇന്ത്യയുടെ സൈനിക ചരിത്രത്തെയും എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു യുദ്ധമായിരുന്നു. 1999 ജൂൺ 19 കാർഗിലിലെ മലനിരകളെ ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഇരുട്ടിനുള്ളിൽ ഇന്ത്യൻ സൈന്യം ചരിത്രമെഴുതാൻ ഒരുങ്ങുകയായിരുന്നു. അവരുടെ ലക്ഷ്യം പോയിന്റ് 5140, ഡ്രാസ് മേഖലയെ നിയന്ത്രിക്കാൻ നിർണായകമായ ഒരു കൊടുമുടി. അത് ശത്രുവിൻ്റെ നിയന്ത്രണത്തിൽ തുടരുന്നിടത്തോളം ദേശീയപാത NH-1A സുരക്ഷിതമാകില്ല. ആ കൊടുമുടി തിരിച്ചുപിടിക്കാതെ കാർഗിൽ യുദ്ധത്തിലെ നിർണായക മുന്നേറ്റവും അസാധ്യമായിരുന്നു. അതുകൊണ്ട് ആ രാത്രിയിലെ ദൗത്യം വ്യക്തമായിരുന്നു. ഏത് വില കൊടുത്തും പോയിന്റ് 5140, 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൻ്റെ കമാൻഡിംഗ് ഓഫീസറായ ലഫ്റ്റനന്റ് കേണൽ യോഗേഷ് കുമാർ ജോഷി അവസാന നിർദ്ദേശങ്ങൾ നൽകി. ആക്രമണം 2 ദിശകളിൽ നിന്നായിരിക്കും. ഒരു ആക്രമണ സംഘത്തെ നയിച്ചത് ലഫ്റ്റനന്റ് സഞ്ജീവ് ജാംവാൾ, മറ്റൊരു ആക്രമണ സംഘത്തെ നയിച്ചത് ലഫ്റ്റനന്റ് വിക്രം ബത്ര. ഇരുവരുടെയും ലക്ഷ്യം ഒന്നുതന്നെയായിരുന്നു: ശത്രുവിൻ്റെ ബങ്കറുകൾ തകർത്തുകൊണ്ട് കൊടുമുടി കീഴടക്കുക. അവസാന ബ്രീഫിങ്ങിനിടെ ഒരു വ്യത്യസ്തമായ ചോദ്യമുയർന്നു. ലക്ഷ്യം വിജയകരമായി പൂർത്തിയായെന്നറിയിക്കാൻ നിങ്ങളുടെ വിജയ സിഗ്നൽ എന്തായിരിക്കും? ലഫ്റ്റനന്റ് സഞ്ജീവ് ജാംവാൾ ഒരു ചിരിയോടെ മറുപടി നൽകി, "ഓ, ഏ." അതിനുശേഷം എല്ലാവരുടെയും കണ്ണുകൾ വിക്രം ബത്രയിലേക്ക് തിരിഞ്ഞു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അദ്ദേഹം മറുപടി പറഞ്ഞു, "യേ ദിൽ മാംഗേ മോർ." ആ നിമിഷത്തിൽ അതൊരു പരസ്യവാചകം മാത്രമായിരുന്നു. പക്ഷെ മണിക്കൂറുകൾക്കകം അത് ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ വിജയസന്ദേശമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഓപ്പറേഷനിലെ റേഡിയോ ആശയവിനിമയത്തിനായി ഓരോ ആക്രമണ സംഘത്തിനും പ്രത്യേക കോൾ സൈൻ നൽകിയിരുന്നു. വിക്രം ബത്രയുടെ കോൾ സൈൻ ഷെർഷാ. ധൈര്യത്തിൻ്റെ പ്രതീകമായ ആ പേര് അല്പസമയത്തിനകം ശത്രുസേന പോലും മറക്കാത്ത ഒരു പേരായി മാറും. രാത്രി കൂടുതൽ ഇരുണ്ടു. താപനില 0-ത്തേക്കാൾ താഴെ ഇറങ്ങി. മലമുകളിലൂടെ വീശിയടിച്ച കാറ്റ് മുഖത്തടിക്കുന്ന കത്തി പോലെ അനുഭവപ്പെട്ടു. എന്നാൽ മുന്നോട്ടു നീങ്ങിയ സൈനികരുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ രാത്രി ഇന്ത്യയുടെ വിജയത്തിലേക്കുള്ള ആദ്യ വലിയ ചുവടാകണം.
നിനിശബ്ദമായി അവർ മല കയറി തുടങ്ങി. ഓരോ ചുവടും ജീവനും മരണവും തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടിരുന്ന ഒരു യാത്രയായിരുന്നു. അവർക്ക് മുന്നിൽ ഇനി അവശേഷിച്ചിരുന്നത് ഇനി ഏതാനും മീറ്ററുകൾ മാത്രം. ഓരോ സൈനികനും പാറകൾക്ക് പിന്നിൽ മറഞ്ഞുകൊണ്ട് അതീവ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങി. ഇനി ഒരു ചെറിയ പിഴവ് പോലും മുഴുവൻ ദൗത്യത്തെയും അപകടത്തിലാക്കുമായിരുന്നു. അവരുടെ മുന്നിൽ ശത്രുവിൻ്റെ ബങ്കറുകൾ വ്യക്തമായി കാണാനായി. ഉയരത്തിൻ്റെ ആനുകൂല്യത്തിൽ മണലും പാറകളും ഉപയോഗിച്ച് ശക്തമായി ഉറപ്പിച്ച പ്രതിരോധ നിരകൾ. ഇന്ത്യൻ സൈനികരുടെ ഓരോ ചുവടും മരണത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്നതായിരുന്നു. എന്നാൽ പിൻവാങ്ങുക എന്നത് അവരുടെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. അവർ മുന്നോട്ട് നീങ്ങി മറ്റൊരു പാറയുടെ മറവിലേക്ക്. അപ്പോഴാണ് ആ നിശബ്ദത തകർന്നത്. ശത്രുസേനയിലെ ഒരു കാവൽക്കാരൻ മലഞ്ചെരിവിലൂടെ നീങ്ങുന്ന നിഴലുകൾ ശ്രദ്ധിച്ചു. ഒരു നിമിഷം, അടുത്ത നിമിഷം മലമുകളെ നടുക്കിയ ആദ്യ മെഷീൻ ഗൺ വെടിയൊച്ച മുഴങ്ങി. രാത്രിയുടെ നിശബ്ദത ഒറ്റ നിമിഷം കൊണ്ട് യുദ്ധഭൂമിയായി മാറി. മെഷീൻ ഗണ്ണുകളും മോർട്ടാർ ഷെല്ലുകളും ഇന്ത്യൻ സൈനികരുടെ നേരെ മഴ പോലെ പതിക്കാൻ തുടങ്ങി. മുന്നോട്ട് നീങ്ങുക എന്നത് ജീവൻ പണയപ്പെടുത്തുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ ലഫ്റ്റനന്റ് വിക്രം ബത്ര തൻ്റെ സംഘത്തോട് ഒരേയൊരു നിർദ്ദേശം നൽകി: മുന്നോട്ട് നിർത്തരുത്. ഓരോ പാറയുടെ മറവിലും ഓരോ ചുവടിലും അവർ ശത്രുവിനോട് കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. ഇനി ഈ പോരാട്ടം ദൂരത്തു നിന്നുള്ള വെടിവെപ്പല്ല, മുഖാമുഖം ഏറ്റുമുട്ടേണ്ട യുദ്ധമായിരുന്നു. പോയിന്റ് 5140 അവരുടെ മുന്നിലായിരുന്നു. ചരിത്രം എഴുതപ്പെടാൻ പോവുകയായിരുന്നു. 1999 ജൂൺ 20. പുലർച്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയായിരുന്നു. പക്ഷേ പോയിന്റ് 5 1140 യുദ്ധം അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. ശത്രുവിൻ്റെ ശക്തമായ മെഷീൻ ഗൺ വെടിവെപ്പ് ഇന്ത്യൻ സൈനികരുടെ മുന്നേറ്റം തടയാൻ ശ്രമിച്ചു. എന്നാൽ ലഫ്റ്റനന്റ് വിക്രം ബത്രയ്ക്ക് മറ്റൊരു പദ്ധതിയുണ്ടായിരുന്നു. നേരെ മുന്നിൽ നിന്ന് ആക്രമിക്കുന്നതിനു പകരം ശത്രുവിൻ്റെ പിൻവശത്തുകൂടിയുള്ള കിഴക്കൻ ദിശയിലെ ദുഷ്കരമായ പാറക്കെട്ടുകളിലൂടെ മുന്നേറാൻ അദ്ദേഹം തീരുമാനിച്ചു. അത് അത്യന്തം അപകടകരമായ വഴിയായിരുന്നു. എന്നാൽ അതാണ് ശത്രു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിശ. തൻ്റെ സംഘത്തോടൊപ്പം വിക്രം ബത്ര പാറക്കെട്ടുകൾ കയറി മുന്നേറി. ശത്രുവിൻ്റെ ബങ്കറുകൾ ആക്രമണ ദൂരത്തിലെത്തിയപ്പോൾ അദ്ദേഹം 3 റോക്കറ്റുകൾ പ്രയോഗിച്ചു. റോക്കറ്റുകളുടെ സ്ഫോടനത്തിൽ ശത്രുസേന നിമിഷങ്ങൾക്കെങ്കിലും ആശയക്കുഴപ്പത്തിലായി. എന്നാൽ അടുത്ത നിമിഷം തന്നെ മെഷീൻ ഗണ്ണുകൾ വീണ്ടും തീപാറാൻ തുടങ്ങി. വെടിയുണ്ടകൾ പാറകളെ തകർത്ത് ചിതറിച്ചു. മുന്നോട്ട് നീങ്ങുക അസാധ്യമെന്ന് തോന്നിയ നിമിഷം വിക്രം ബത്ര 5 സൈനികരുമായി മുന്നോട്ട് കുതിച്ചു. മരണത്തെ വകവെക്കാതെ അവർ ശത്രുവിൻ്റെ മെഷീൻ ഗൺ നിലയത്തിലെത്തി. തുടർച്ചയായി 2 ഗ്രനേഡുകൾ ബങ്കറിലേക്ക് എറിഞ്ഞു. സ്ഫോടനത്തിൻ്റെ പുക മാറും മുമ്പേ വിക്രം ബത്ര അകത്തേക്ക് പാഞ്ഞുകയറി. തുടർന്നത് മുഖാമുഖമുള്ള പോരാട്ടമായിരുന്നു. കയ്യാങ്കളിയിലും അടുത്ത. പോയിന്റ് 5140 തിരിച്ചു പിടിക്കപ്പെട്ടിരുന്നു. ആ കൊടുമുടിയിൽ ഇന്ത്യൻ ത്രിവർണ പതാക വീണ്ടും പാറി. മാസങ്ങളായി ശത്രുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഒരു നിർണായക സ്ഥാനം വീണ്ടും ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി. ഈ വിജയം ഒരു കൊടുമുടി തിരിച്ചുപിടിച്ചതിൻ്റെ വിജയം മാത്രമായിരുന്നില്ല. ഡ്രാസ് മേഖലയിലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തുടർ മുന്നേറ്റങ്ങൾക്ക് നിർണായകമായ വഴിത്തിരിവായി അത് മാറി. കമാൻഡ് പോസ്റ്റിൽ വിജയവാർത്ത എത്തിയ നിമിഷം സൈനികരുടെ മുഖങ്ങളിൽ ആശ്വാസവും അഭിമാനവും ഒരുമിച്ച് തെളിഞ്ഞു. എന്നാൽ ഒരു സന്ദേശമാണ് ആ വിജയത്തെ ചരിത്രത്തിലേക്ക് ഉയർത്തിയത്. യദിൽ മാംഗേ മോർ, വെറും 4 വാക്കുകൾ. പക്ഷേ ആ 4 വാക്കുകളിൽ ഒരു സൈനികൻ്റെ ആത്മവിശ്വാസവും ഒരു യൂണിറ്റിൻ്റെ വിജയവും ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയും നിറഞ്ഞിരുന്നു. ആ സന്ദേശം ആദ്യം ഇന്ത്യൻ സൈന്യത്തിനുള്ളിൽ അതിവേഗം പ്രചരിച്ചു. പിന്നീട് രാജ്യമൊട്ടാകെയും. ഒരിക്കൽ ഒരു ശീതളപാനീയത്തിൻ്റെ പരസ്യവാചകമായിരുന്ന ആ വാക്കുകൾ ഇപ്പോൾ ഇന്ത്യൻ സൈനിക ധൈര്യത്തിൻ്റെ പ്രതീകമായി മാറുകയായിരുന്നു. പോയിന്റ് 5140 വിജയത്തിന് ശേഷം ലഫ്റ്റനന്റ് വിക്രം ബത്രയ്ക്ക് ക്യാപ്റ്റൻ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇന്ത്യൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ വേദ് പ്രകാശ് മാലിക് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. അതോടെ വിക്രം ബത്ര എന്ന പേര് രാജ്യമെമ്പാടുമുള്ള വാർത്തകളിൽ നിറഞ്ഞു. എന്നാൽ വിജയാഘോഷങ്ങൾക്ക് അധികം സമയമുണ്ടായിരുന്നില്ല. ജൂൺ 26-ന് 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് വിശ്രമിക്കാനും പുനഃസംഘടിപ്പിക്കാനുമായി ഘുമ്രിയിലേക്ക് മാറ്റപ്പെട്ടു. തുടർന്ന് ജൂൺ 30-ന് ബറ്റാലിയൻ മുഷ്കോഹ് താഴ്വരയിലേക്ക് നീങ്ങി. കാരണം യുദ്ധം അവസാനിച്ചിരുന്നില്ല. ഇനിയും ശത്രുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന കൊടുമുടികൾ തിരിച്ചുപിടിക്കാനുണ്ടായിരുന്നു. അവയിൽ ഏറ്റവും അപകടകരമായ ഒരു ദൗത്യം ക്യാപ്റ്റൻ വിക്രം ബത്രയെ കാത്തിരിക്കുകയായിരുന്നു.
1999 ജൂൺ 30. വിശ്രമം അധികനാൾ നീണ്ടുനിന്നില്ല. 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് മുഷ്കോഹ് താഴ്വരയിലേക്ക് നീങ്ങുകയായിരുന്നു. കാർഗിൽ യുദ്ധത്തിൻ്റെ അടുത്ത നിർണായക പോരാട്ടം അവരെ കാത്തിരിക്കുകയായിരുന്നു. മുഷ്കോഹ് ഡ്രാസിനെ പോലെ തന്നെയായിരുന്നു. കുത്തനെയുള്ള മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ശ്വാസം പോലും മുട്ടിക്കുന്ന ഉയരങ്ങൾ. ഓരോ കൊടുമുടിയും ശത്രുവിന് സ്വാഭാവിക കോട്ടയായി മാറിയിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ അടുത്ത ലക്ഷ്യം പോയിന്റ് 4875. ആ കൊടുമുടി മുഷ്കോഹ് താഴ്വരയെ മുഴുവനായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും നിർണായകമായ ഉയരങ്ങളിലൊന്നായിരുന്നു. അത് ശത്രുവിൻ്റെ നിയന്ത്രണത്തിൽ തുടരുന്നിടത്തോളം ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റം ഗുരുതരമായി തടസ്സപ്പെടുമായിരുന്നു. അതിനാൽ ആ കൊടുമുടി എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കേണ്ടതായിരുന്നു. മുഷ്കോഹ് താഴ്വരയിലെത്തിയതിനു ശേഷം 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിന് പോയിന്റ് 4875 പിടിച്ചടക്കാനുള്ള ഉത്തരവ് ലഭിച്ചു. ഈ സമയം മുന്നിൽ നിന്നത് ഇപ്പോൾ ക്യാപ്റ്റനായിരുന്ന വിക്രം ബത്രയായിരുന്നു. പോയിന്റ് 5140 വിജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബറ്റാലിയന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഈ ദൗത്യം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ അപകടകരമായിരുന്നു. കാരണം പോയിന്റ് 4875 കാർഗിൽ യുദ്ധത്തിലെ ഏറ്റവും ശക്തമായി പ്രതിരോധിക്കപ്പെട്ട കൊടുമുടികളിലൊന്നായിരുന്നു. അവിടെ ക്യാപ്റ്റൻ വിക്രം ബത്രയെ കാത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. പോയിന്റ് 4875 ഒരു സാധാരണ മലനിരയായിരുന്നില്ല. ഏകദേശം 16,000 അടി ഉയരത്തിൽ കുത്തനെയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തന്ത്രപ്രധാന കൊടുമുടി. അവിടെ നിന്ന് മുഷ്കോഹ് താഴ്വരയിലെ ഇന്ത്യൻ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതിനാലാണ് ശത്രുസേന ആ കൊടുമുടിയെ ശക്തമായ പ്രതിരോധ കേന്ദ്രമാക്കി മാറ്റിയത്. മണലും പാറകളും ഉപയോഗിച്ച് ഉറപ്പിച്ച ബങ്കറുകൾ, പരസ്പരം പിന്തുണയ്ക്കുന്ന മെഷീൻ ഗൺ നിലയങ്ങൾ, മോട്ടാർ ആക്രമണത്തിന് അനുകൂലമായ ഉയർന്ന സ്ഥാനങ്ങൾ. അവിടേക്കുള്ള ഓരോ വഴിയും ശത്രുവിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. നേരിട്ടുള്ള ആക്രമണം ജീവൻ പണയപ്പെടുത്തുന്നതിന് തുല്യമായിരുന്നു. പോയിന്റ് 4875 തിരിച്ചുപിടിക്കാനുള്ള ദൗത്യത്തിൽ 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിന് പ്രധാന പങ്കാണ് ലഭിച്ചത്. ആ ദൗത്യത്തിൽ ഡി കമ്പനിക്ക് നിർണായക ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു. ആ കമ്പനിയുടെ കമാൻഡർ ക്യാപ്റ്റൻ വിക്രം ബത്ര. ദൗത്യത്തിൻ്റെ ഓരോ വിശദാംശവും വീണ്ടും വീണ്ടും വിലയിരുത്തപ്പെട്ടു. മാപ്പുകൾ, ശത്രുവിൻ്റെ ബങ്കറുകൾ, ആക്രമണ പാതകൾ എല്ലാം സൂക്ഷ്മമായി പഠിച്ചു. കാരണം ഒരു ചെറിയ പിഴവ് പോലും മുഴുവൻ ദൗത്യത്തിൻ്റെ വിധി മാറ്റിമറിക്കുമായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ മനസ്സിൽ ഒരു കാര്യത്തിൽ മാത്രം യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പോയിന്റ് 4875 തിരിച്ചുപിടിക്കപ്പെടേണ്ടതായിരുന്നു. മുഷ്കോഹ് താഴ്വരയിലെ ഓരോ ദിവസവും അടുത്ത ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. പകൽ ശത്രുവിൻ്റെ നിലയങ്ങൾ ദൂരദർശിനികളിലൂടെ നിരീക്ഷിച്ചു. രാത്രിയിൽ മാപ്പുകളും രഹസ്യാന്വേഷണ വിവരങ്ങളും വീണ്ടും വീണ്ടും പരിശോധിച്ചു. അതിനാൽ നേരിട്ടുള്ള മുന്നേറ്റം വലിയ നഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നത് വ്യക്തമായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന് അതീവ സൂക്ഷ്മമായ ഒരു ആക്രമണ പദ്ധതി ആവശ്യമായിരുന്നു. ഓരോ വിഭാഗത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങൾ വ്യക്തമായി നിശ്ചയിക്കപ്പെട്ടു. ആക്രമണത്തിൻ്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യപ്പെട്ടു. എല്ലാവർക്കും വ്യക്തമായിരുന്നു ഈ ദൗത്യം ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും പ്രയാസകരമായിരിക്കുമെന്ന്. എന്നിരുന്നാലും ആർക്കും പിന്നോട്ടു പോകാനുള്ള ചിന്തയുണ്ടായിരുന്നില്ല. കാരണം പോയിന്റ് 4875 തിരിച്ചുപിടിക്കേണ്ടത് ഒരു സൈനിക ലക്ഷ്യം മാത്രമായിരുന്നില്ല. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനായുള്ള മറ്റൊരു നിർണായക പോരാട്ടമായിരുന്നു അത്. സമയം മന്ദഗതിയിൽ മുന്നോട്ടു നീങ്ങി. ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ കാർഗിൽ യുദ്ധത്തിൻ്റെ ഏറ്റവും വീരപൂർണമായ അധ്യായങ്ങളിലൊന്ന് എഴുതപ്പെടാൻ പോവുകയായിരുന്നു. എന്നാൽ സ്ഥിതി ഓരോ മണിക്കൂറും കൂടുതൽ സങ്കീർണമായി മാറുകയായിരുന്നു. ശത്രുവിൻ്റെ പ്രതിരോധം പ്രതീക്ഷിച്ചതിലും ശക്തമായിരുന്നു. ഉയരത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് അവർ ഓരോ മുന്നേറ്റവും തടയാൻ ശ്രമിച്ചു. മെഷീൻ ഗൺ വെടിവെപ്പും മോർട്ടാർ ആക്രമണങ്ങളും ഇന്ത്യൻ സൈനികരുടെ മുന്നേറ്റത്തെ വീണ്ടും മന്ദഗതിയിലാക്കി. എന്നിരുന്നാലും പോരാട്ടം നിർത്തിയില്ല. ഓരോ ശ്രമത്തിനൊടുവിലും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. പിടിച്ചടക്കണമെങ്കിൽ കൂടുതൽ സൈനിക ശക്തിയും ദൃഢമായ നേതൃത്വവും അനിവാര്യമായിരുന്നു. അതിനാലാണ് 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൻ്റെ
ഡി കമ്പനിക്ക് മുന്നണിയിലേക്ക് നീങ്ങാൻ ഉത്തരവ് ലഭിച്ചത്. ആ കമ്പനിയെ നയിച്ചിരുന്നത് ക്യാപ്റ്റൻ വിക്രം ബത്ര. പോയിന്റ് 5 1140 അദ്ദേഹം തെളിയിച്ച ധൈര്യത്തിലും നേതൃത്വത്തിലും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ കാത്തിരുന്നത് അതിലും കഠിനമായ ഒരു പോരാട്ടമായിരുന്നു. ഈ ഉത്തരവിനൊപ്പം ദൗത്യത്തിനായുള്ള അവസാന ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഓരോ സൈനികനും തൻ്റെ ചുമതല വീണ്ടും വിശദീകരിക്കപ്പെട്ടു. ആക്രമണത്തിൻ്റെ ലക്ഷ്യവും ഓരോ വിഭാഗത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങളും പരസ്പര ഏകോപനവും എല്ലാം ഒരിക്കൽ കൂടി ഉറപ്പാക്കി. കാരണം ഇരുട്ടിൻ്റെ മറവിൽ നടക്കാനിരുന്നത് സാധാരണ ഒരു ആക്രമണമല്ലായിരുന്നു. ശത്രുവിൻ്റെ ഏറ്റവും ശക്തമായ പ്രതിരോധ നിരകളിൽ ഒന്നിനെ തകർക്കാനുള്ള ശ്രമമായിരുന്നു അത്. ഒരു ചെറിയ പിഴവുപോലും മുഴുവൻ ദൗത്യത്തെ അപകടത്തിലാക്കുമായിരുന്നു. എന്നാൽ ആ അപകടങ്ങളെക്കാൾ വലുതായിരുന്നു ആ ദൗത്യത്തിൻ്റെ പ്രാധാന്യം. വിജയം ഒരു കൊടുമുടി പിടിച്ചടക്കുന്നതിൽ മാത്രമല്ല, മുഷ്കോഹ് താഴ്വരയിലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തെയും നിർണയിക്കുമായിരുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായപ്പോൾ കാത്തിരുന്നത് ഒരു നിർണായക നിമിഷത്തെയായിരുന്നു. ആക്രമണം ആരംഭിക്കാനുള്ള അന്തിമ ഉത്തരവ്. അവസാനം ആ നിമിഷമെത്തി. അന്തിമ ഉത്തരവ് ലഭിച്ചു. 1999 ജൂലൈ 4 രാത്രി ഡി കമ്പനി പോയിന്റ് 4875 ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. മുന്നിൽ ക്യാപ്റ്റൻ വിക്രം ബത്ര, പിന്നിൽ അദ്ദേഹത്തിൻ്റെ സൈനികർ. ആർക്കും ഉച്ചത്തിൽ സംസാരിക്കാനായില്ല. പാറകളിൽ ബൂട്ടുകളുടെ ശബ്ദം മാത്രം. ഇരുട്ടിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ കുത്തനെയുള്ള മലഞ്ചെരിവുകളിലേക്ക് കയറാൻ തുടങ്ങി. ഓരോ ചുവടും വളരെ സൂക്ഷിച്ച്. കാരണം ഒരു ചെറിയ ശബ്ദം പോലും ശത്രുവിനെ ജാഗ്രതപ്പെടുത്തുമായിരുന്നു. ഓക്സിജൻ കുറവുള്ള ആ ഉയരത്തിൽ ഓരോ ചുവടും ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്മാറുക ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. മുന്നിലുണ്ടായിരുന്നത് ലക്ഷ്യം മാത്രം. പോയിന്റ് 4875. അവിടെ അവരെ കാത്തിരുന്നത് കാർഗിൽ യുദ്ധത്തിലെ ഏറ്റവും കഠിനമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട കയറ്റത്തിന് ശേഷം ഡി കമ്പനി ശത്രുവിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് അടുത്തെത്തി. മുന്നിലുള്ള ഓരോ പാറക്കെട്ടിനും പിന്നിൽ അപകടം പതിയിരിക്കുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. ആരും അനാവശ്യമായി ഒരു ചുവട് പോലും വെച്ചില്ല. ഇരുട്ടിൻ്റെ മറവിൽ അവർ പതിയെ മുന്നേറി. എന്നാൽ ശത്രുവും സജ്ജമായിരുന്നു. ഉയരത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് അവർ ഓരോ മുന്നേറ്റപാതയും നിരീക്ഷിക്കുകയായിരുന്നു. അല്പസമയത്തിനകം നിശബ്ദത തകർന്നു. ശത്രുവിൻ്റെ ആദ്യ വെടിയൊച്ച മലനിരകളിൽ പ്രതിധ്വനിച്ചു. അതിനൊപ്പം മെഷീൻ ഗണ്ണുകളും മോർട്ടാറുകളും സജീവമായി. ഒരു നിമിഷം കൊണ്ട് മുഴുവൻ മലഞ്ചെരിവും യുദ്ധഭൂമിയായി മാറി. ഇനി പിന്മാറ്റത്തിന് സാധ്യതയില്ലായിരുന്നു. മുന്നോട്ട് പോരാടി നീങ്ങുക മാത്രം. ക്യാപ്റ്റൻ വിക്രം ബത്ര സ്വന്തം സൈനികരെ മുന്നിൽ നിന്ന് നയിച്ചു. പോയിന്റ് 4875 നിർണായക പോരാട്ടം ആരംഭിക്കുകയായിരുന്നു. ശത്രുവിൻ്റെ തുടർച്ചയായ വെടിവെപ്പിനിടയിലും ഡി കമ്പനിയുടെ മുന്നേറ്റം നിന്നില്ല. ഓരോ പാറക്കെട്ടും താൽക്കാലിക മറയായി ഉപയോഗിച്ചുകൊണ്ട് സൈനികർ മുന്നോട്ട് നീങ്ങി. എന്നാൽ മുന്നിലുള്ള ഓരോ മീറ്ററും കഠിനമായ പോരാട്ടത്തിലൂടെയായിരുന്നു. ശത്രുവിൻ്റെ ഉയരത്തിലുള്ള ബങ്കറുകളിൽ നിന്ന് മെഷീൻ ഗൺ വെടിയുണ്ടകൾ തുടർച്ചയായി പാഞ്ഞെത്തി. മോട്ടാർ ഷെല്ലുകൾ ചുറ്റുമുള്ള പാറകളിൽ പൊട്ടിത്തെറിച്ചു. മലനിരകളിൽ പുകയും പൊടിയും നിറഞ്ഞു. ആ സാഹചര്യത്തിലും ക്യാപ്റ്റൻ വിക്രം ബത്ര മുന്നണിയിൽ തന്നെയുണ്ടായിരുന്നു. ഓരോ വിഭാഗത്തിൻ്റെയും നീക്കങ്ങൾ അദ്ദേഹം ശാന്തമായി ഏകോപിപ്പിച്ചു. ശത്രുവിൻ്റെ ആദ്യ പ്രതിരോധ നിലകൾ തകർക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. അതിനാൽ ഡി കമ്പനി ഓരോ ബങ്കറേയും ലക്ഷ്യമാക്കി പടിപടിയായി മുന്നേറാൻ തുടങ്ങി. പോയിന്റ് 4775 നിർണായക ഏറ്റുമുട്ടൽ ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ശത്രുവിൻ്റെ ശക്തമായ പ്രതിരോധത്തെ അതിജീവിച്ചുകൊണ്ട് ഡി കമ്പനി പടിപടിയായി മുന്നേറുകയായിരുന്നു. ഓരോ ബങ്കറും ഓരോ പാറക്കെട്ടും കഠിനമായ പോരാട്ടത്തിനൊടുവിലാണ് കൈവശമായത്. എന്നാൽ പോരാട്ടം അവിടെ അവസാനിച്ചില്ല. ഓരോ നിലയും ഇന്ത്യൻ സൈന്യം പിടിച്ചടക്കുമ്പോഴും ശത്രുസേന വീണ്ടും വീണ്ടും പ്രത്യാക്രമണം നടത്തി. ഉയരത്തിൻ്റെ ആനുകൂല്യം അവർക്കൊപ്പമായിരുന്നു. എന്നിട്ടും 13 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് തങ്ങളുടെ നിലപാട് വിട്ടുകൊടുത്തില്ല. മണിക്കൂറുകളോളം ഇരുവിഭാഗവും കഠിനമായി ഏറ്റുമുട്ടി.
ഓരോ ആക്രമണത്തിനും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പോരാട്ടം ഇപ്പോൾ .4875 നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം യുദ്ധഭൂമിയിൽ നിന്ന് ഒരു അടിയന്തര സന്ദേശം ലഭിച്ചു. മുന്നണിയിലെ ഒരു ഓഫീസർ ശത്രുവിൻ്റെ ശക്തമായ വെടിവെപ്പിൽ പരിക്കേറ്റ് മുന്നോട്ട് നീങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു. ആ നിമിഷം ആ ദൗത്യം ആർക്കെങ്കിലും ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും മടിക്കാതെ ക്യാപ്റ്റൻ വിക്രം ബത്ര മുന്നോട്ട് ചുവടുവെച്ചു. മുന്നണിയിൽ പരിക്കേറ്റ് കിടന്നിരുന്ന ഓഫീസറെ രക്ഷപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ ശത്രുവിൻ്റെ മെഷീൻ ഗൺ വെടിയുണ്ടകൾ ആ മേഖലയെ നിരന്തരം ലക്ഷ്യമിടുകയായിരുന്നു. മുന്നോട്ടു പോകുക മരണത്തെ നേരിടുന്നതിന് തുല്യമായിരുന്നു. ആ നിമിഷം ക്യാപ്റ്റൻ വിക്രം ബത്ര ഒരു നിമിഷം പോലും മടിച്ചില്ല. പരിക്കേറ്റ് സ്വന്തം സഹപ്രവർത്തകനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം സ്വയം മുന്നോട്ടുപോയി. സ്വന്തം സുരക്ഷയേക്കാൾ സഹയോദ്ധാവിൻ്റെ ജീവന് അദ്ദേഹം വില നൽകി. തുടർന്നുള്ള ഏതാനും നിമിഷങ്ങൾ .4875 യുദ്ധത്തിൻ്റെ ഗതിയെ മാറ്റിമറിക്കാനിരുന്നതായിരുന്നു. ശത്രുവിൻ്റെ തുടർച്ചയായ വെടിവെപ്പിനിടയിലൂടെ ക്യാപ്റ്റൻ വിക്രം ബത്ര വീണ്ടും മുന്നേറ്റത്തിന് നേതൃത്വം നൽകി. ആ നിമിഷം സ്വന്തം സുരക്ഷയേക്കാൾ ദൗത്യത്തിനാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര പ്രാധാന്യം നൽകിയത്. മുന്നിൽ ശത്രുവിൻ്റെ ശക്തമായ പ്രതിരോധം. എന്നിട്ടും അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെ സൈനികരെ നയിച്ചു. അടുത്ത നിമിഷങ്ങൾ .4875 ഏറ്റവും രൂക്ഷമായ പോരാട്ടത്തിന് സാക്ഷിയായി. അടുത്ത ദൂര ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈനികർ ശത്രുവിൻ്റെ പ്രതിരോധ നിലകൾ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ശത്രുവിൻ്റെ വെടിയേറ്റ് ക്യാപ്റ്റൻ വിക്രം ബത്രയ്ക്ക് മാരകമായി പരിക്കേറ്റത്. പരിക്കേറ്റ ശേഷവും മുന്നണിയിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ പരിക്കുകൾ അതീവ ഗുരുതരമായിരുന്നു. 1999 ജൂലൈ 7 യുദ്ധഭൂമിയിൽ രാജ്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കെ ക്യാപ്റ്റൻ വിക്രം ബത്ര വീരമൃത്യു വരിച്ചു. അന്ന് അദ്ദേഹത്തിന് വെറും 24 വയസ്സ് മാത്രം. ക്യാപ്റ്റൻ വിക്രം ബത്ര വീരമൃത്യു വരിച്ചെങ്കിലും ആ പോരാട്ടം അവിടെ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ ധൈര്യവും നേതൃത്വവും സഹയോദ്ധാക്കൾക്ക് പുതിയ കരുത്തായി. അവർ മുന്നേറ്റം തുടർന്നു. ശത്രുവിന്റെ ശേഷിച്ച പ്രതിരോധ നിലകളും ഒന്നൊന്നായി തകർത്തു. നീണ്ട മണിക്കൂറുകളുടെ കഠിനമായ പോരാട്ടത്തിനൊടുവിൽ .4875 ഒടുവിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ചു. കാർഗിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റിയ നിർണായക വിജയങ്ങളിലൊന്നായിരുന്നു അത്. ആ വിജയത്തിന്റെ വില ഇന്ത്യ സ്വന്തം ധീരസൈനികരുടെ ജീവത്യാഗം കൊണ്ടാണ് നൽകിയത്. ആ ത്യാഗങ്ങളിൽ എന്നേക്കുമായി ഓർമ്മിക്കപ്പെടുന്ന പേരാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര. അദ്ദേഹത്തിന്റെ അസാധാരണ ധൈര്യത്തെയും അസാമാന്യ നേതൃത്വത്തെയും ആദരിച്ച് മരണാനന്തരം ഇന്ത്യയുടെ പരമോന്നത യുദ്ധകാല വീരതാ പുരസ്കാരമായ പരംവീർ ചക്ര അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു. ആ നിമിഷത്തോടെ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ പേര് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ എന്നേക്കുമായി അമരമായി. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജീവത്യാഗം ഒരു രാജ്യത്തിന് അഭിമാനമായിരുന്നുവെങ്കിൽ ഒരു കുടുംബത്തിന് അത് നികത്താനാകാത്ത നഷ്ടമായിരുന്നു. മകനെ നഷ്ടപ്പെട്ട വേദനയ്ക്കിടയിലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആ ത്യാഗത്തെ രാജ്യത്തിനു വേണ്ടിയുള്ള സമർപ്പണമായി സ്വീകരിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജീവിതത്തിൽ മറ്റൊരാൾക്കും ആ നഷ്ടം അത്ര തന്നെ ആഴത്തിലുള്ളതായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ജീവിതം പങ്കിടാൻ സ്വപ്നം കണ്ട ഡിംപിൾ ചീമ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഒരു മെഡലിനേക്കാളും ഒരു ബഹുമതിയേക്കാളും വലുതായിരുന്നു അദ്ദേഹം ഒരു തലമുറയ്ക്ക് നൽകിയ പ്രചോദനം. രാജ്യത്തിനായി വെറും 24-ാം വയസ്സിൽ ജീവൻ സമർപ്പിച്ച ആ യുവ ഓഫീസർ ഇന്നും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോൾ സൈൻ ഷേർഷാ, വിജയത്തിൻ്റെ അടയാളമായി ചരിത്രത്തിൽ ഇടം നേടിയ ആ സന്ദേശം യദിൽ മാംഗേ മോർ, ആ വാക്കുകൾ ഇന്നും കാർഗിലിലെ മലനിരകളിൽ പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നുന്നു. ചിലർ ചരിത്രം വായിക്കുന്നു, ചിലർ ചരിത്രം എഴുതുന്നു. പക്ഷേ വളരെ ചുരുക്കം പേർ മാത്രം സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രമായി മാറുന്നു. ക്യാപ്റ്റൻ വിക്രം ബത്ര അങ്ങനെയൊരു ചരിത്രമായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ഒന്നുകിൽ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ പൊതിഞ്ഞായിരിക്കും. പക്ഷേ ഞാൻ തിരിച്ചു വരും. അദ്ദേഹം തിരിച്ചു വന്നു, ദേശീയ പതാകയിൽ പൊതിഞ്ഞ്. പക്ഷേ അതിലും വലിയൊരു സ്ഥാനത്ത്, ഒരു രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായി ഇടം നേടി. ജയ് ഹിന്ദ്.